ഓക്കെ, ഇപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? ഈ മാപ്പിൽ ക്യു പി ഏരിയയിൽ നിന്ന് എന്താ അവിടുത്തെ ക്രോസ് കട്ടിങ് എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഐഡിയ ആയി എന്ന് പറഞ്ഞാൽ ക്യു ടു പി നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായി. ക്രോസ് സെക്ഷൻ കിട്ടി. കോണ്ടൂർ ലൈൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കേണ്ടതാണ് ആ എ ബി സി ഡി ഇ ബെഡുകൾ. ആ ബെഡുകൾ എന്തായാലും ഇൻക്ലൈൻഡ് ആണ്, അതുകൊണ്ടാണ് കോണ്ടൂർ ലൈനിനെ അത് കട്ട് ചെയ്യുന്നത്. കണ്ടോ, കട്ട് ചെയ്യുന്നത്. സോ ആ കട്ടിങ്ങിനെ വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എ ബി സി ഡി ഇ ബെഡുകൾ ഇതിനകത്ത് ഈ മുറിച്ച സെക്ഷനിൽ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണ് ഡിപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇനി ഇതിനകത്ത് വരച്ചെടുക്കണം. എ ബി സി ഡിയുടെ തിക്നെസ് വരെ നമുക്ക് അത് വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ അതിനായിട്ട് ഇപ്പം നിങ്ങൾ കാണാം, ഇതിപ്പം എന്താ ബെഡ്സ് ആണ്. സോ ഇത് ഇൻക്ലൈൻഡ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ ഇൻക്ലൈൻഡ് ബെഡാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രൈക്ക് ലൈൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, സോ നോർത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ഡയറക്ഷൻ കാണാമല്ലോ, ഈ ബെഡുകൾ തമ്മിലുള്ള ബൗണ്ടറി, ആ ലൈൻ മീറ്റ് ചെയ്യുന്നത്. സോ ഇതാണ്. അപ്പോൾ ഈ ലൈബ്രറിയിലൊക്കെ നിങ്ങൾ ബുക്കുകൾ പേജസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോന്നും എന്താണ് സ്ട്രൈക്ക് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിലേക്കാണ് ഡിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ മൗസ് ഞാൻ പിടിച്ചിരിക്കുന്ന ആ ഡയറക്ഷനിലേക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് പറയാം, എന്താ നോർത്ത്, ഇപ്പോൾ ഇത് ഈസ്റ്റ് ആണ്, ഈ ഡയറക്ഷൻ ഈസ്റ്റ്, ഈ ഡയറക്ഷൻ വെസ്റ്റ്. സോ നോർത്തിൽ നിന്ന് ഇത്ര ഡിഗ്രി മാറി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അത് ഈസ്റ്റായി, ഒരു 45 ഡിഗ്രി. സോ നോർത്ത് ഒരു 45 ഡിഗ്രി ഈസ്റ്റിലേക്കാണ് ഇതിൻ്റെ സ്ട്രൈക്ക് ഡയറക്ഷൻ കിടക്കുന്നത്. ഓക്കെ, ഈ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നേരെ പ്ലസ് 180 ഡിഗ്രി കഴിഞ്ഞാൽ ഈ ഡയറക്ഷനും കിട്ടും. സോ ഈ രണ്ട് ഡയറക്ഷനിൽ ആരോ ഇട്ട് കാണിക്കേണ്ടി വരും. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൈൻ അല്ലേ? സോ അതിന് രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് ഓറിയന്റേഷൻ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്ട്രൈക്ക് ലൈൻ ഇതാണ്. അപ്പം ഇനി ഡിപ്പ് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണത്തില്ല. അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാലല്ലേ ഈ ഡിപ്പ് ഡയറക്ഷൻ കിട്ടൂ. ഇതേപോലെയാണ് ഇതിപ്പോൾ ഫ്ലാറ്റ് ടോപ്പോഗ്രഫിയാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം. ഫ്ലാറ്റ് ടോപ്പോഗ്രഫി മാറ്റി ഇപ്പം നമ്മുടെ അതിനകത്ത് മൗണ്ടെയിനും വാലിയുമാണ്. അപ്പോൾ ഇതിൽ റിഡ്ജ് ആക്കിയാൽ എങ്ങനെ ഇരിക്കും? ഇതാ കണ്ടോ, ഇതേപോലെ ഇരിക്കും. കർവ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ ബെഡിന്റെ ബൗണ്ടറികൾ? നേരത്തെ ഫ്ലാറ്റ് ആയിട്ട് കണ്ടപ്പോൾ സ്ട്രെയിറ്റ് ആയിരുന്നു ഫ്ലാറ്റ് ടോപ്പോഗ്രഫിയിൽ. ഓക്കെ, സോ അപ്പം ഇവിടെ ബെഡിന്റെ ഡയറക്ഷനോ അല്ല സ്ട്രൈക്കോ ഡിപ്പ് ഡയറക്ഷനോ ഒന്നും മാറുന്നില്ല. പക്ഷെ ഇവിടെ എന്താ മാറിയത്? ടോപ്പോഗ്രഫി മാറി. ഓക്കെ, ടോപ്പോഗ്രഫി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൈഡൊക്കെ ചെത്തി പോകുമല്ലോ, എന്ന് പറഞ്ഞാൽ റോഡ് ചെയ്ത് പോകുമല്ലോ. അപ്പം എന്ത് സംഭവിക്കും? അടിയിലെ റോക്കുകൾ എക്സ്പോസ് ആയി, ബെഡുകൾ എക്സ്പോസ് ആയി വരും. അപ്പോൾ ഏകദേശം ഏരിയൽ വ്യൂവിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ വ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രൈക്ക് ഡയറക്ഷൻ മാറുന്നില്ല. പക്ഷേ ഇങ്ങനെ തരുന്നൊരു മാപ്പിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ഡയറക്ഷൻ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ കോണ്ടൂർ മീറ്റിംഗ് കണ്ടോ, കോണ്ടൂറും ആ ബൗണ്ടറിയും മീറ്റിംഗ്. സോ ആ മീറ്റിംഗ് തമ്മിൽ എന്ത് ചെയ്യുക? പോയിന്റ് ചെയ്യുക, എന്നിട്ട് ഒരു ലൈൻ സ്ട്രെയിറ്റ് അങ്ങ് വരച്ചാൽ മതി. അത് തന്നെയല്ലേ സ്ട്രൈക്ക് ലൈനായിട്ട് കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടോപ്പോഗ്രഫിയിൽ കണ്ടോ, ഈ ഡയറക്ഷൻ ലൈൻ മാത്രം നമുക്ക് കിട്ടിയാൽ മതി, സ്ട്രൈക്ക് ഡയറക്ഷൻ. അത് തന്നെയായിരിക്കും നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളിനിയും. ഓക്കെ, അപ്പം നമുക്കിനി ഇവിടുന്ന് സ്ട്രൈക്ക് ഡയറക്ഷൻ കണ്ടെത്താൻ പറഞ്ഞല്ലോ, ഈ കോണ്ടൂർ ഇവിടെ ഇപ്പം മീറ്റ് ചെയ്യുന്നുണ്ട്, അതേ കോണ്ടൂർ ലൈൻ ഇപ്പുറത്ത് മീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഈ രണ്ട് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പോയിന്റ് ഓഫ് ജോയിനിങ് എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റുകളെ കണക്ട് ചെയ്ത് നേരെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ലൈൻസ് കിട്ടും. ഓക്കെ, പാരലായിട്ട്. പ്ലസ് അവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ക്യൂ പി എന്ന് ഉള്ള കേസ് പറഞ്ഞില്ല, ക്യൂവും പിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിന്റ്, രണ്ട് പോയിന്റ് എടുക്കുന്നു. അപ്പോൾ അതിൽ ഇതാ ഇപ്പം ഈ ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ക്യൂവും പിയും ആയിരുന്നെങ്കിൽ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ആ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതേപോലെ ആയിരിക്കും കാണാൻ. എന്ന് പറഞ്ഞാൽ അവിടെ മുറിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ പീസ് കാണാൻ ഇതാ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ അതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിപ്പം ക്യൂ പി ഈ ഡയറക്ഷനിലാണ് മുറിക്കുന്നതെങ്കിൽ അവിടെ കാണാൻ എങ്ങനെയാ? പക്ഷെ ഇവിടെ ഇപ്പം കാണാൻ ഇങ്ങനെയായിരിക്കും നമുക്ക് മുറിച്ചാൽ കിട്ടുന്നത്. സോ ഇതാണ് നമുക്ക് അവിടെ സ്ട്രൈക്ക് ലൈൻ വെച്ചിട്ട് നമുക്ക് അല്ലാതെ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ സിമ്പിളായിട്ട് ഈ മാപ്പിലേക്ക് വരച്ച് കിട്ടിയതാണ്. സോ ഇങ്ങനെ വേണമെങ്കിലും മുറിക്കാം. അടുത്തൊരു നമുക്കിപ്പം ചരിച്ചല്ലേ മുറിച്ച്, ഇപ്പം എന്താ വെസ്റ്റ് ടു ഈസ്റ്റ് ഒരു മുറിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം.
അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കേക്ക് നമ്മൾ മുറിക്കുന്ന പോലെ. ഓക്കെ, സോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ആ ഡയറക്ഷനിൽ മുറിച്ചാൽ ബെഡുകളെല്ലാം ഈ ഒരു സ്റ്റൈലിൽ അവിടെ മുറിച്ചാൽ ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി വേറെ ഒരു സ്റ്റൈലിൽ മുറിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ ഒരു ഡയറക്ഷൻ നമ്മുടെ സ്ട്രൈക്കിൻ്റെ ഏകദേശം അതേ ഡയറക്ഷനിൽ മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അവിടെ മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. സോ ഈ മുറിച്ചിട്ട് അതെങ്ങനെ കാണാം എന്നതാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സ്ട്രൈക്ക് സ്ട്രൈക്ക് നമുക്കിനിയും അവിടെ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം. ഓക്കെ, ഇത് മനസ്സിലായി കാണും. സോ ഇനി നമുക്കിനിയും ഇവിടുന്ന് ഈ ജിയോളജിക്കൽ മാപ്പിൽ നിന്ന് സ്ട്രൈക്ക് എങ്ങനെയാണ് ഇനി കണ്ടെത്തുന്നതെന്ന് നമുക്ക് പഴയ മാപ്പ് വെച്ചിട്ട് ഇനി നോക്കാം. ഓക്കെ, നമ്മുടെ ഈ സ്ട്രൈക്ക് ലൈൻസിൻ്റെ വാല്യൂസ് കണ്ടെത്തുക. ഓക്കെ, സോ അപ്പം ഇതിൽ നമ്മൾ ഇപ്പോൾ പോയിന്റ് വെച്ചിട്ട് സ്ട്രൈക്ക് ലൈൻ വരച്ചു. ആ പച്ച ലൈൻ ഒരെണ്ണം ഫസ്റ്റ് വരച്ചു. ദെൻ അവിടുന്ന് ഞാൻ ലെഫ്റ്റിലേക്കാണ് ഫസ്റ്റ് വരച്ചു, ഇനി റൈറ്റിലേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പോയിന്റ് കറക്റ്റായിട്ട് നമ്മൾ തപ്പിയെടുത്ത് കുത്തുന്നു. ഓക്കെ, കോണ്ടൂർ ലൈനും അതേപോലെ തന്നെ ബെഡുകൾ തമ്മിലുള്ള ബൗണ്ടറികളും മീറ്റ് ചെയ്യുന്നതാണ് പോയിന്റ്. ആ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആക്കുന്നു. അത് തന്നെയായിരിക്കും അവിടുത്തെ സ്ട്രൈക്ക് ലൈൻ. സോ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ എല്ലാ സ്ട്രൈക്ക് ലൈനും 7 എണ്ണവും നമ്മൾ തപ്പിയെടുത്തു. 1 2 3 4 5 6 7 എണ്ണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ സ്ട്രൈക്ക് വാല്യൂസ് കണ്ടെത്തുക. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തേക്ക് ആ ലൈൻസ് എല്ലാം ആക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതേപോലെ A/B കണ്ടോ, A/Bയുടെ ബൗണ്ടറി, ആ ബൗണ്ടറി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി വെച്ചു. എന്നിട്ട് എന്താ B/C. ഓക്കെ, താഴത്ത് കാണാൻ നമുക്ക് C/D, D/E. അപ്പോൾ ആ വാല്യൂസ് അതേപടി ഇപ്പം ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ രണ്ടും കോമൺ B ആണ്, ഇവിടെ C ആണ്, ഇവിടെ D ആണ്. ഓക്കെ, അപ്പോൾ ആ കോമണിൽ നിന്ന് നമുക്ക് അവരുടെ തിക്നെസ്സും കിട്ടും. സോ അതെങ്ങനെയാണെന്ന് പുറകെ നോക്കാം. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഈ A/Bയും B/Cയും ഒക്കെ നമ്മൾ ഇത് താഴത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് സ്ട്രൈക്ക് ലൈൻ എടുക്കുന്നു. ഇപ്പം ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ഇതാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഇത് ഫസ്റ്റ് ആക്കാം. ഓക്കെ, സോ അപ്പം ഫസ്റ്റ് സ്ട്രൈക്ക് ലൈൻ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആ മീറ്റിംഗ് നോക്കിയേ, ഫസ്റ്റ് എന്താ, ഈ 2 മീറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. അതാരാണ്? D/Eയുടെ ബെഡാണ് അവിടെ പോകുന്നത്. കണ്ടോ, D/Eയുടെ ബെഡിങ് ആണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ സ്ട്രൈക്ക് ലൈൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ബാക്കിയെല്ലാം മറച്ച് കളയണം. എന്ന് പറഞ്ഞാൽ ബാക്കി ഈ സൈഡ് ഒന്നും ശ്രദ്ധിക്കരുത്, ഇത്രയും ഭാഗം നോക്കരുത്. അപ്പോൾ എന്താ, ആ സ്ട്രൈക്ക് ലൈനിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ സ്ട്രൈക്ക് ലൈനിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ D/E എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും സ്ട്രൈക്കിൻ്റെ വാല്യൂ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അതിൽ നിങ്ങൾ നോക്കിയാൽ ആ കോണ്ടൂർ ലൈൻ ഏതാണ്, അതാണ് അതിൻ്റെ സ്ട്രൈക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്നത് ഈ 2 പോയിന്റും മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. 200 കണ്ടോ അവിടെ, അല്ല 200 അല്ല, സോറി, ഇവിടെയാണ് 300ലാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ 300ലാണ് അത് മീറ്റിംഗ് വരുന്നത്. കണ്ടോ? സോ അതുകൊണ്ടാണ് നമ്മളവിടെ 300 എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിലെ വാല്യൂ ശ്രദ്ധിക്കുക, ഈ 2 പോയിന്റ് ശ്രദ്ധിക്കുക. കണ്ടോ, അത് രണ്ടും 300 തന്നെയാണ്. കണ്ടോ, ആ കോണ്ടൂർ ലൈനിൽ ശ്രദ്ധിക്കണം. ഓക്കെ, കോണ്ടൂർ ലൈൻ ഇങ്ങനെ കറങ്ങി 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 ഇവിടം വരെ വന്നു. അപ്പോൾ ഇവിടെ ഈ മീറ്റിങ്ങിൽ എന്താ, നമുക്ക് കോണ്ടൂർ ലൈനിൻ്റെ മീറ്റിംഗ് കാണാം, അതേപോലെ തന്നെ ആ ബെഡിൻ്റെ മീറ്റിംഗ് കാണാം. സോ ആ ബെഡിൻ്റെ വാല്യൂ എന്തിനെടുക്കുന്നത്? D/E എന്ന് പറയുന്നതാണ് ആ സോളിഡ് ലൈനിൻ്റെ പേര്, D/E ആണ്. ഇനി ആ ഡോട്ടഡ് ലൈനിൻ്റെയോ കോണ്ടൂർ ലൈനിൻ്റെ പേര് 300 ആണ്. ഓക്കെ, അതാണ് ഈ പച്ച സ്ട്രൈക്ക് ലൈനിലൂടെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തെഴുതും? 300. അപ്പോൾ D/E എന്ന് പറയുന്നത് ആ സോളിഡ് ലൈൻ, അതിൽ ആ പച്ച ലൈൻ പോയത്, ആ സ്ട്രൈക്ക് ലൈൻ മീറ്റ് ചെയ്തിരിക്കുന്ന 300 എന്ന് പറയുന്ന കോണ്ടൂർ ലൈനാണ്. സോ അതാണ് സ്ട്രൈക്ക് ലൈനിൻ്റെ വാല്യൂ 300. ഇനി ആ സ്ട്രൈക്ക് ലൈനിൽ വേറെ മീറ്റിംഗ് ഒന്നുമില്ല. നെക്സ്റ്റ് സ്ട്രൈക്ക് ലൈൻ നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ D/E, ഞാനിപ്പോൾ D/Eയെ മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. ഓക്കെ, സോ അടുത്ത D/E ഇവിടെയാണ് മീറ്റിംഗ് ചെയ്യുന്നത്, ഈ സ്ട്രൈക്ക് ലൈനിൽ. കണ്ടോ, ഇത് ഈ 2 പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെന്ത് എഴുതി? ആ സ്ട്രൈക്ക് ലൈനിൻ്റെ നേരെ താഴെ 200 എന്ന് എഴുതി. ഓക്കെ,
ഇനി അടുത്ത സ്ട്രൈക്ക് ലൈനിൽ ഈ ബെഡ് മീറ്റ് ചെയ്യുന്നില്ല. കണ്ടോ, ഡി ബൈ ഇ ഇവിടെ ഇല്ല സ്ട്രൈക്ക് ലൈനിൽ. സോ ഈ രണ്ട് സ്ട്രൈക്ക് ലൈനിൽ മാത്രമേ ഉള്ളൂ ഡി ബൈ ഇ എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ. സോ അപ്പം നമുക്ക് ഇനി അതിനെ വിടാം. അപ്പോൾ ഇനി ഡി ബൈ ഇ എന്ന് പറയുന്നത് ഫിനിഷായി. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് അടുത്തത് ഏതാ, സി ബൈ ഡി എന്ന് പറയുന്ന സെക്ഷൻ ലൈൻ മാത്രം നോക്കാം. അതായത് സി ബൈ ഡി. ഓക്കെ, സോ ഇനി അതിൽ നമുക്ക് ഇതിൽ നമുക്കിനിയും എന്താ, സി ബൈ ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ കാണാം. കണ്ടോ, സി ബൈ ഡി ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ആ ബെഡിൻ്റെ നിങ്ങളത് ഇപ്പം ഞാൻ മഞ്ഞ കളറിൽ വരയ്ക്കുന്നുണ്ട്. ഇതാണ് ആ ബെഡിൻ്റെ ബൗണ്ടറി. ഏത്, സി ബൈ ഡി. ഓക്കെ, സി ഇതാണ്. ഓക്കെ, ആ ബെഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് ഇപ്പോൾ ആ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലോ രണ്ടെണ്ണം. അത് കോണ്ടൂർ വാല്യൂ എത്രയാണെന്ന് നോക്ക്. ഇങ്ങനെ നീളത്തിൽ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം 400. കണ്ടോ? സോ ആ സി ബൈ ഡിയുടെ താഴെ, ആ സ്ട്രൈക്ക് ലൈനിൻ്റെ താഴെ 400 എഴുതി. ഇനി അതേ സ്ട്രൈക്ക് ലൈനിൽ നമ്മൾ ഓൾറെഡി നേരത്തെ മീറ്റ് ചെയ്ത് എഴുതി. കണ്ടോ, അതാരായിരുന്നു? പക്ഷേ ഡി ബൈ ഇയുടെ വാല്യൂ 200. കണ്ടോ? അപ്പം നിങ്ങൾക്ക് സ്ട്രൈക്ക് ലൈൻ ഫോക്കസ് ചെയ്തും വാല്യൂസ് എഴുതാം, അല്ലാതെ ഈ ബെഡ് ഫോക്കസ് ചെയ്തും വാല്യൂസ് എഴുതാം. ഇപ്പം ഞാൻ ബെഡ് ഫോക്കസ് ചെയ്താണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. സോ ഫസ്റ്റ് ഇനി എന്ത് ചെയ്യുക? അടുത്ത ആ മഞ്ഞ പോയിന്റ് മീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഏതാ? അടുത്ത പോയിന്റ് ഇവിടെയാണ് വരുന്നത്. കണ്ടോ? സോ ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത സ്ട്രൈക്ക് ലൈനിൽ ഡി ബൈ സിയുടെ വാല്യൂ ഈ രണ്ട് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും? 300. കണ്ടോ? അപ്പോൾ അതിൻ്റെ നേരെ 300 എഴുതി. കണ്ടോ? കോണ്ടൂർ ലൈൻ ശ്രദ്ധിച്ചാൽ മതി, 300 മീറ്റ് ചെയ്യുന്നത്. ഇനി ഈ ബെഡ് വേറെ സ്ട്രൈക്ക് ലൈനിൽ മീറ്റ് ചെയ്യുന്നില്ല. കണ്ടോ, ഇവിടം വരെ ഉള്ളൂ. ഈ സ്ട്രൈക്ക് ലൈനിൽ എന്താ പറഞ്ഞാൽ 4th സ്ട്രൈക്ക് ലൈനിൽ അത് മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, 3rd സ്ട്രൈക്ക് ലൈനിലും 2nd സ്ട്രൈക്ക് ലൈനിലേ ഈ ബെഡ് മീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ട്രൈക്ക് ലൈൻ ആരാ? ആ സ്ട്രൈക്ക് ലൈനിൽ ആരാ മീറ്റ് ചെയ്യുന്നത്? ഈ പോയിന്റുകളാണ് എന്ന് പറഞ്ഞാൽ ബി ബൈ സി എന്ന് പറയുന്ന ബെഡ്സ് ആണ് ഇനി അടുത്ത സ്ട്രൈക്ക് ലൈനിൽ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അത് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും വാല്യൂസ് കിട്ടി. ഇപ്പോൾ സ്ട്രൈക്ക് വാല്യൂസ് എഴുതാനുള്ള ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഇനി എന്ത് ചെയ്യുക? അടുത്ത ബെഡ് എടുക്കുക. അപ്പോൾ അടുത്ത ബെഡിൽ എന്താ, ബി ബൈ സി. കണ്ടോ, ഈ സ്ട്രൈക്കിലേ ഉള്ളൂ അത്. കണ്ടോ, ഈ പോയിന്റിൽ. കണ്ടോ? സോ ആ ബി ബൈ സി ബെഡ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. അതിൽ ഇപ്പോൾ ഞാൻ പച്ച കളറിൽ വരയ്ക്കുന്നുണ്ട്. അതാണ് ബി ബൈ സി ബെഡ്. ഓക്കെ, സോ ആ ബെഡ് ആ സ്ട്രൈക്ക് ലൈനിൽ മീറ്റ് ചെയ്തതാണ് ഇപ്പം നമ്മൾ വരച്ചത്. ഇനി അടുത്ത സ്ട്രൈക്ക് ലൈൻ നോക്കുക. ഇവിടെയാണ് അടുത്ത മീറ്റിംഗ്. കണ്ടോ, ഇത് താഴെ എവിടെയോ അത് കോണ്ടൂർ ലൈനിൽ മീറ്റ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഇനി അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? ആ ലൈനിൻ്റെ വാല്യൂസ് ആണ് 500. കണ്ടോ, ഇപ്പുറത്ത് പോയിരിക്കുന്നതാണ്. സോ അതിൻ്റെ നേരെ 500 എഴുതുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ആ ചുവപ്പ് വട്ടം ഞാനിപ്പോൾ വരച്ചതിൽ ആ മാർക്കിങ്ങിൽ നേരെ ടോപ്പിൽ ആ 500 തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? സോ അപ്പം 500 വാല്യൂ എഴുതി. സോ ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഈ സ്ട്രൈക്ക് ലൈനിലും ആ ബെഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതെന്താണ്? അതിൻ്റെ വാല്യൂ 400 ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ നിങ്ങൾക്ക് 400 കൂടെ എഴുതാം. ഓക്കെ, 400 വാല്യൂം കൂടെ എഴുതാം. സോ ഞാനിവിടെ നോട്ട് ചെയ്തില്ല, അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇത് 400 കൂടെ കിട്ടും. അപ്പം ഈ 3 സ്ട്രൈക്ക് ലൈനിലും അത് കിട്ടും എന്ന് പറഞ്ഞാൽ 4th, 5th, 6th ഈ ബെഡ് എന്ന് പറഞ്ഞാൽ ബി ബൈ സി ബെഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതാണ് 600, 500, 400 ഇത്ര എഴുതി. ഇനി നമുക്ക് അടുത്ത ബെഡ് നോക്കാം. ഏതാ? ലാസ്റ്റ് ബെഡ്, എ ബൈ ബി എന്ന് പറയുന്ന ബെഡ്. അപ്പോൾ എ ബൈ ബി എന്ന് പറയുന്ന ബെഡിൻ്റെ വാല്യൂസ് ഇനി ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കുക. അത് ഇവിടെ കണ്ടോ? ഓക്കെ, സോ ഈ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ എ ബൈ ബി ഇവിടെ 2 മീറ്റിങ്ങിലുണ്ട്. ഓക്കെ, സോ പിന്നെ ഇവിടെ 2 മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ 3 സ്ട്രൈക്ക് ലൈനിലും ഉണ്ട് അത് എ ബൈ ബിയുടെ വാല്യൂ. സോ ഫസ്റ്റ് ഈ സ്ട്രൈക്ക് ലൈനിൽ എത്രയാ? 700 ആണ്. കണ്ടോ, 700 നേരെ താഴത്ത് എഴുതി. ഇനി അടുത്ത എ ബൈ ബിയുടെ നേരെ ആ സ്ട്രൈക്ക് ലൈനിന് നേരെ ഈ പോയിന്റിൽ എന്തെഴുതും?
അടുത്ത വാല്യൂ 600 കണ്ടോ, ആ കോണ്ടൂർ ലൈനിൻ്റെ വാല്യൂ 600 ആണ്. ഓക്കെ, ഇതാ 600 അതാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, 600. ഇനി അടുത്ത വാല്യൂ എന്തായിരിക്കും ഇവിടെ വരുന്നത്? 500 കണ്ടോ, 500. സോ 500 ആയിരിക്കും ആ വരുന്നത്. ഓക്കെ, 500 വന്നു കണ്ടോ, 500. സോ ഇത്രയാണ് നമുക്ക് സ്ട്രൈക്ക് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രൈക്ക് വാല്യൂസുമായി, അപ്പോൾ സ്ട്രൈക്ക് ലൈൻ നമ്മൾ 7 കണ്ടെത്തി. അതുകൂടാതെ ആ ബൗണ്ടറി വെച്ചിട്ട് A/B, B/C അങ്ങനെ ഓരോ ബൗണ്ടറി, ഇപ്പം A/B എന്ന് ആകണമെന്നില്ല. എക്ക് വരെ നിങ്ങൾക്ക് ക്ലേ, ഇത് ബിക്ക് വരെ സാൻഡ് എന്നായിരിക്കും തരുന്നത്. അപ്പോൾ ക്ലേ ബൈ സാൻഡ്. ഓക്കെ, ഇനി അടുത്തത് തരുന്നത് ചിലപ്പം ലാറ്ററൈറ്റ് എന്നായിരിക്കും. അപ്പം ദെൻ എന്താ, സാൻഡ് ബൈ ലാറ്ററൈറ്റ് എന്ന് ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. എക്ക് പകരം ബിക്ക് പകരം എന്താണോ വാല്യൂ കിടക്കുന്നത് അതങ്ങിട്ട് എഴുതുക. സോ എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ സ്ട്രൈക്ക് ലൈനിൽ നിന്ന് വാല്യൂസ് ഇവിടെ താഴത്തേക്ക് ഇങ്ങനെ എഴുതി വെക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഫോൾഡഡ് അല്ലെങ്കിൽ, ഇപ്പോൾ ഇത് 400 ആണെങ്കിൽ പുറത്ത് ചിലപ്പം 300 ആയിരിക്കും. ഓക്കെ, സോ വേണമെങ്കിൽ ആ വാല്യൂ ഇപ്പോൾ ഇതും കൂടെ ഒന്ന് കണ്ടു 700 മാറി. അപ്പോൾ ഇവിടെ 800 എന്ന് ചില കേസുകളിൽ എഴുതാം, അത് ഇപ്പം പറയുന്നില്ല. ജസ്റ്റ് അല്ലെങ്കിൽ കിട്ടാത്ത വാല്യൂ ഇതേപോലെ ലൈൻ ഇട്ടായാലും മതി. ഓക്കെ, 0 എഴുതലിൽ. ഓക്കെ, അപ്പം ഇത്രയുമാണ് സ്ട്രൈക്ക് വാല്യൂസും സ്ട്രൈക്ക് ലൈൻസും നമുക്ക് കണ്ടെത്താം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ പഴയ സ്ട്രിപ്പ് പേപ്പർ എടുക്കുക. പഴയ സ്ട്രിപ്പ് പേപ്പർ എടുത്തിട്ട് ഇത് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതേ സാധനം കോണ്ടൂർ ലൈൻ ആയിരുന്നു നേരത്തെ വരച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കിയത്. ഓക്കെ, സോ ആ പ്രൊഫൈല് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് സ്ട്രിപ്പ് പേപ്പർ എടുത്തിട്ട് പിയും ക്യൂവും മാർക്ക് ചെയ്തു. അതിൽ ഈ പച്ച ലൈൻ പോകുന്നതെല്ലാം നമ്മൾ ആ സ്ട്രിപ്പ് പേപ്പറിൽ മാർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് വാല്യൂ, സ്ട്രൈക്ക് ലൈൻസ് എല്ലാം അതിൽ മാർക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യും, നമ്മുടെ ആ പ്രൊഫൈലിൽ കൊണ്ടുവന്നിട്ട് ആ സ്ട്രൈക്ക് ലൈനും ആ സ്ട്രൈക്ക് വാല്യൂസും എഴുതിയ ഈ സ്ട്രിപ്പ് പേപ്പർ പൊക്കിയെടുത്ത് അതിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ ഓക്കെ താഴെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ആ പറഞ്ഞ പോലെ D/Eയെ ഫോക്കസ് ചെയ്യുന്നു. D/Eയുടെ വാല്യൂ മാത്രം നോക്കുന്നു. ഏതാ, 300, 200. അതെന്ത് ചെയ്യും, നമ്മളിതാ നേരെ ഇവിടുന്ന് ലൈൻ വരച്ച്, ലൈനല്ല സ്കെയിലും വെച്ച്, അല്ലെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യും, സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടുന്ന് ഈ സ്ട്രൈക്ക് ലൈൻ ആണല്ലോ, ആ സ്ട്രിപ്പ് പേപ്പറിൽ ആ താഴത്ത് വെച്ചിരിക്കുക സ്ട്രിപ്പ് പേപ്പർ. അപ്പോൾ സ്ട്രൈക്ക് ലൈനും അതിലുണ്ട്, വാല്യൂസും അവിടെയുണ്ട്. സോ ആ സ്ട്രൈക്ക് ലൈനിൽ നേരെ 300 നേരെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. കണ്ടോ, ആ പോയിന്റ് കിട്ടി. സോ അതാണ് അവിടുത്തെ ആ പോയിന്റ്. സോ ഇനി എന്ത് ചെയ്യുക, അടുത്ത 300 ഞാൻ മാർക്ക് ചെയ്തു. പോയിന്റ് മാത്രമേ ഉള്ളൂ, ഈ ലൈനൊന്നും വരയ്ക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സോ ദെൻ 200 വരച്ചു. കണ്ടോ, 200ൻ്റെ പോയിന്റും ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ 2 പോയിന്റ് മതി നമുക്കൊരു ലൈൻ വരയ്ക്കാൻ. ഇനി സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ 2 ലൈനെ വെച്ചുകൊണ്ട് ആ സ്കെയിൽ ആ രണ്ട് പോയിന്റുകളെ ബേസ് ചെയ്ത് അലൈൻ ചെയ്ത് എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ഒരു ലൈൻ അങ്ങ് വരയ്ക്കും. ഓക്കെ, സോ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തിനാ ഈ ഡോട്ടഡ് ലൈൻ നമുക്ക് ആവശ്യമില്ല. എന്തിനാണ് ആ ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സർഫസ് അല്ലേ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന പ്രൊഫൈല്, നമുക്ക് നടക്കാൻ പറ്റുന്നത് ഇതിൻ്റെ മേളിൽ കൂടെയാണ്. അപ്പോൾ ഇതിനകത്തേ ഉള്ളൂ എന്ത്, മണ്ണ് താഴത്തെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഇതാണ്. സോ ഇതിൻ്റെ മേളിൽ അറ്റ്മോസ്ഫിയറാണ്. ഓക്കെ അല്ലേ, സോ നമ്മൾ അതാണല്ലോ, ബൗണ്ടറി ആണല്ലോ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മേളിലേക്ക് എന്തായാലും ബെഡ് വരത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യാം, അതങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ 2 ഡോട്ട് വെച്ചിട്ട് നമ്മൾ അകത്താണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൈന് പുറത്തേക്ക് ഒരിക്കലും നമ്മൾ വരയ്ക്കണ്ട. അതിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഈ പ്രൊഫൈൽ വരയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇനി എന്ത് ചെയ്യും, അപ്പം D/Eയുടെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഈ ലൈൻ വരച്ചു. അതാണല്ലോ D/E, ആ ലൈൻ എന്ന് പറഞ്ഞാൽ ഡിയുടെയും ഇയുടെയും ബൗണ്ടറി ലൈൻ ആണല്ലോ അത്. അപ്പോൾ ഇത് ഇയും ഇത് ഡിയും ആയിരിക്കും. ഓക്കെ, സോ ഈ സെക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത വാല്യൂ ഏതാ, C/D. അപ്പോൾ C/Dയുടെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ സ്ട്രൈക്ക് ലൈനിലെ വാല്യൂ ഉള്ളൂ. നേരെ ഇതേ പോയിന്റ് കിട്ടി. കണ്ടോ, റെഡ് പോയിന്റ് അവിടെ വീണു. ഇനി അടുത്ത പോയിന്റ് ഇവിടെ നിന്ന് സ്ട്രൈക്ക് വാല്യൂ വെച്ചിട്ട് 300 കിട്ടി. നേരത്തെ സെയിം പ്രൊസീജിയർ, എന്താ, സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു, പക്ഷേ ഇതിനകത്ത്. അപ്പോൾ അതെന്താണ്, C/D ലൈനാണ്. അപ്പോൾ D ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഇതെന്തായിരിക്കും, ഈ ഏരിയ C ആയിരിക്കും. ഓക്കെ, സിയും കിട്ടി. ഇനി അടുത്ത പോയിന്റ്, അടുത്ത ബെഡിൻ്റെ ബൗണ്ടറി ഏതാ, B/C. അത് സ്ട്രൈക്ക് വാല്യൂ വെച്ചിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 600 ഇങ്ങോട്ട് വരയ്ക്കുകയല്ല, പോയിന്റ് ചെയ്തു. ഇതിൽ നിന്നും 500 ഇങ്ങോട്ട് സ്കെയിൽ വെച്ചിട്ട് പോയിന്റ് ചെയ്തു.
2 പോയിന്റ് മതി, 400 വരയ്ക്കണമെന്നില്ല. അപ്പോൾ 2 പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിതാ ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. അപ്പോൾ അതെന്തായിരിക്കും, ബി ബൈ സിയുടെ വാല്യൂ ആണ്. ഓക്കെ, ബി ബൈ സിയുടെ ലൈനാണ് ആ കാണുന്നത്. സോ അപ്പം നമുക്ക് ബിയും കിട്ടി ഇവിടെ. ഓക്കെ, ഇനി എന്താ ലാസ്റ്റ് എ ബൈ ബിയുടെ വാല്യൂ. ഓക്കെ, അത് ഇതേപോലെ 700, 600, 500 അത് 2 പോയിന്റ് മതിയല്ലോ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ കിട്ടി, അതാണ് എ ബൈ ബിയുടെ ബൗണ്ടറി. അപ്പോൾ ഇത് എ ആയിരിക്കുമല്ലോ, കണ്ടോ, എയും കിട്ടി. അപ്പം നമുക്ക് ആ ബെഡിങ്ങിൽ നമുക്ക് തന്ന മാപ്പിൽ എന്താണ് ഈ Q2A എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം Q2A മുറിച്ചാൽ അതിനകത്ത് കാണാൻ പറ്റുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളിപ്പം വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷനിൽ ആ ബെഡുകളെല്ലാം ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പം നോർത്ത് ഡയറക്ഷൻ ആ മാപ്പിലെ നോർത്ത് ഡയറക്ഷൻ പറയാൻ പറ്റും, അല്ലാതെ ഈ പ്രൊഫൈലിൽ ടോപ്പും ബോട്ടവും അല്ലേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ മാപ്പിൽ നോർത്ത് ഡയറക്ഷൻ എഴുതാം, പക്ഷേ ഈ പ്രൊഫൈലിൽ നോർത്ത് ഡയറക്ഷൻ എഴുതരുത്. കാര്യം എന്താ, മുകളിലും താഴെയല്ലേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഒരു കേക്കിനെ മുറിച്ചിട്ട് സൈഡിൽ കൂടെ നിങ്ങൾ കാണുന്നതാണ് ഈ കാണുന്നത്. അപ്പം Q2P മുറിച്ചാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെയായിരിക്കും കാണുന്നത്, ABCDE. ഓക്കെ, ഇത് ശരിയാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ Q2P ഒന്ന് നടന്നു നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം നടക്കുക. ക്യൂവിൽ നമ്മൾ തുടങ്ങി, ആ തുടങ്ങുന്ന ബെഡ് ഇ ആണ്, കണ്ടോ, ഇയിൽ ചവിട്ടി വന്നു. ഇവിടം കഴിഞ്ഞപ്പോൾ എന്താ, ഡി കയറി, ഡിയിൽ ചവിട്ടി, പിന്നെ സിയിൽ ചവിട്ടി, പിന്നെ നടന്ന് പോയപ്പം ബി ആയി, പിന്നെ ലാസ്റ്റ് പി എൻഡ് ചെയ്യുന്ന എവിടെയാ, എയിലാണ്. ഓക്കെ, ഇനി താഴത്ത് നോക്കുക, കണ്ടോ, ക്യൂവിൽ നമ്മൾ ആദ്യം തുടങ്ങി, ചവിട്ടി മുകളിലേക്ക് കയറുക. അപ്പോൾ ഇയിലാണ് തുടങ്ങിയിരിക്കുന്നത്, കണ്ടോ, ഇയിലാണ് പോകുന്നത്. അവിടെ നമ്മൾ ഇയിലാണ് തുടങ്ങിയത്, കണ്ടോ, ഇ. ഇനിയും ഡിയിലെത്തി, പിന്നെ സിയിലെത്തി, പിന്നെ ബിയിലൂടെ എയിലെത്തി. അപ്പോൾ പിയിൽ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 500-നും 600-നും ഇടയ്ക്ക് എത്തുമ്പോൾ എ ബെഡായിരിക്കും അവിടെ കാണുന്നത്. ഓക്കെ, സോ ഇത് അപ്പം ശരിയാണ്. അപ്പം ബെഡെല്ലാം ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. ഓക്കെ, സോ ഇനി വേണമെങ്കിൽ അതിൽ നിന്ന് തിക്നെസ്സും നിങ്ങൾക്ക് കണ്ടെത്താം. ഏതാ, എയുടെ കിട്ടത്തില്ല, കാര്യം എയുടെ അപ്പർ ബൗണ്ടറി നമുക്ക് അറിയത്തില്ല, കാര്യം ഇറോഡ് ചെയ്ത് പോയി. അതുപോലെ ഇയുടെ താഴത്തേക്ക് എത്ര ഡെപ്തിൽ ഇ ഉണ്ടെന്നും നമുക്കറിയത്തില്ല. സോ അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഇങ്ങനെ വരച്ചേക്കുന്നതിൻ്റെ റീസൺ അതാണ്. ഇയും എയുടെയും ടോപ്പ് നമുക്കറിയത്തില്ല, പക്ഷേ ബിയുടെ തിക്നെസ് നമുക്കറിയാം. ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വരച്ചു നോക്കാം, എന്ന് പറഞ്ഞാൽ സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, എ ബൈ ബി നോക്കിയേ, ഇവിടെ രണ്ടും ബി കോമൺ അല്ലേ. അപ്പോൾ ഈ 700-ൻ്റെയും 500-ൻ്റെയോ 600-ൻ്റെയും 400-ൻ്റെയോ ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കിയാൽ 200 കിട്ടും. ഓക്കെ, അപ്പോൾ അവൻ്റെ തിക്നെസ് 200 മീറ്റർ ആണ്. അപ്പോൾ സ്കെയിൽ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ ഇവിടെ അളന്നിട്ട് എന്ത് ചെയ്താൽ മതി, ബി എന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 200 മീറ്റർ. ഇനി സിയുടെ തിക്നെസ് നോക്കുക, സിക്കാണ് നല്ല തിക്നെസ് ഇവിടെ അല്ലേ. അപ്പോൾ സി കോമൺ ആയിട്ടുള്ളത് കണ്ടോ ഇവിടെ. അപ്പോൾ ഇത് സി കോമൺ ആയിട്ടുള്ളത് ഇവിടെ 600-ഉം. ഓക്കെ, സോ പിന്നെ ഇവിടെ വരുന്നത് 300, ഇത് ഏകദേശം 200 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 600, 200 ഡിഫറൻസ് 400 ആണ്. ഓക്കെ, അപ്പം ഈ സിയുടെ തിക്നെസ് 400 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ അളന്നു കഴിഞ്ഞാൽ കിട്ടും 4 സെൻറ്റിമീറ്റർ എന്ന്. ഓക്കെ, സോ അതാണ് ഇവിടെ സിയുടെ തിക്നെസ്. ഇനി ഡിയുടെയും കിട്ടും, കണ്ടോ, സ്കെയിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും വീഴാൻ പോകുന്നത് സ്കെയിൽ വെച്ചിട്ട്. അല്ലാതെ ഇവിടെ ഡിഫറൻസ് നോക്കിയാൽ 200 എന്ന് കിട്ടും. അപ്പോൾ 2 രീതിയിലും അതിൻ്റെ നമുക്ക് തിക്നെസ് കിട്ടും, പക്ഷേ ഈയുടെ നമുക്ക് തിക്നെസ് കിട്ടത്തില്ല. ഓക്കെ, ഈയുടെ കിട്ടത്തില്ല. അപ്പം നമുക്ക് ഈ തിക്നെസ്സിൻ്റെ, ആ ബെഡിൻ്റെ തിക്നെസ്സും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ലാസ്റ്റിൽ ഇതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം അവിടെ നിന്ന് മുറിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇത്രയും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഇതിൻ്റെ ഹിസ്റ്ററി എഴുതണം. ഏതാ, ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറിൽ ടോപ്പോഗ്രഫി, ജിയോളജി, അതേപോലെ തന്നെ ജിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് 3 ഹെഡിങ് എഴുതിയിട്ട്, ടോപ്പോഗ്രഫി നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട്. സോ വാലി എവിടെയുണ്ട്, ആ മൗണ്ടെയിൻ ഏത് ഡയറക്ഷനിലാണ്, അവിടുത്തെ മാക്സിമം ഹൈറ്റ്, മിനിമം. ഓക്കെ, ഇത്രയും എഴുതി വെക്കുന്നു. സോ അത് ടോപ്പോഗ്രഫി. ജിയോളജി എന്താണ്, ഇവിടെ ഇത്ര ABCDE എന്ന് പറയുന്ന ഇത്ര ബെഡുകൾ അവിടെ ഉണ്ട്. ആ ബെഡുകളെല്ലാം ഇൻക്ലൈൻഡ് ആണെന്ന് മനസ്സിലാക്കി നമുക്ക്. ഓക്കെ,
സോ ആ ഇൻക്ലിനേഷൻ ഡയറക്ഷൻ നമുക്ക് ഈ പ്രൊഫൈലിൽ നിന്ന് കിട്ടി. സോ ഈ ഡയറക്ഷനിലേക്കാണ് അത് ഇൻക്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻക്ലിനേഷനും കിട്ടി. വേണമെങ്കിൽ ഡിപ്പും നമുക്ക് കണ്ടെത്താം, അത് നെക്സ്റ്റ് ഹയറിൽ. സോ അപ്പം ഡിപ്പ് ഡയറക്ഷനും സ്ട്രൈക്ക് ഡയറക്ഷനും നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, സോ ആ ലൈനിൽ പഴയ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈക്കിൻ്റെ ഡയറക്ഷനും നമുക്കതിൽ പറയാം. ഏതാ മാപ്പിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് നോർത്താണ്. സോ ഇത് വെസ്റ്റും ഇത് ഈസ്റ്റും അല്ലേ. സോ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് സ്ട്രൈക്ക് ഡയറക്ഷൻ കിടക്കുന്നത്. അപ്പോൾ സ്ട്രൈക്ക് ഡയറക്ഷൻ നിങ്ങൾക്ക് എഴുതാം, ബെഡ് ഡിപ്പ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഏതാ നോർത്ത് ഡയറക്ഷനിലേക്കാണ് ബെഡ് ഡിപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ പ്രൊഫൈലിൽ നിന്നും കിട്ടി. ഓക്കെ, സോ കാര്യം പി ഇവിടെ ആയിരിക്കുന്നത്, അപ്പോൾ നോർത്ത് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോർത്തിലേക്കാണ് ഈ ബെഡെല്ലാം ഡിപ്പ് ചെയ്യുന്നതെന്നും നമുക്ക് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്താ തിക്നെസ്സും പറയാം. ABCDയുടെ തിക്നെസ്സും നമ്മൾ കണ്ടെത്തി എന്ന് ജിയോളജിയിൽ നമുക്ക് ജിയോളജി ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി എന്താ ലാസ്റ്റ് ഹെഡിങ് ജിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ ഹിസ്റ്ററി, ഇത്രയും ഏരിയയിൽ നടന്ന ഹിസ്റ്ററി എന്താണ്, ജിയോളജിക്കൽ ഇവൻസുകൾ ഓരോ ഓർഡറിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായത് എന്തായാലും ഈ ബെഡ്. ഓക്കെ, എന്താ ഈ ബെഡായിരിക്കും ഏറ്റവും ആദ്യം ഉണ്ടായത്. സോ സൂപ്പർ പൊസിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് ഈ ബെഡ് ആദ്യം ഉണ്ടായി, പിന്നെ സെക്കൻഡ് ഡി കയറി, പിന്നെ സി വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ ബി ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ എ ആയിരിക്കും ഏറ്റവും യങ്ങർ ബെഡ്. ഓക്കെ, സോ അപ്പോൾ ഇതെല്ലാം ഡെപ്പോസിഷൻ നടക്കുന്ന ഒരു റീജിയണിലായിരിക്കും. അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ചിലപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ടെക്ടോണിക് ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടായി, ടിൽറ്റിംഗ് ഒക്കെ ഉണ്ടായി കാണാം. ചിലപ്പോൾ ഇതൊരു ഫോൾഡിൻ്റെ ഭാഗമായിരിക്കാം. കാര്യം ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ കിടക്കുന്ന ആ സൈഡ് ചിലപ്പോൾ ഇറോഡ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല. ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇത് ഇൻക്ലൈൻഡ് ആയി കാണും. ഓക്കെ, കാര്യം പ്രിൻസിപ്പിൾ ഓഫ് ഹൊറിസോണ്ടാലിറ്റി അനുസരിച്ച് ഇത് ഹൊറിസോണ്ടലായിട്ട് ഇരിക്കേണ്ടതാണ്, പക്ഷേ നമ്മൾ കാണുന്നത് ഹൊറിസോണ്ടലായിട്ടല്ല. അപ്പോൾ ബെഡ് എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടലായിട്ടാണ്, പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഈ ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടാകുക. ഓക്കെ, അപ്പം അത്രയും നമുക്ക് എഴുതാം. പ്രിൻസിപ്പിൾ ഓഫ് ഹൊറിസോണ്ടാലിറ്റി അനുസരിച്ച് ഹൊറിസോണ്ടലായിട്ട് കാണേണ്ടതാണ്, പക്ഷേ ഇവിടെ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ ടെക്ടോണിക് ആക്ടിവിറ്റി എന്തോ നടന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടാണ് ഇത് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നില്ല, ഇനി ഇത് അപ്ലിഫ്റ്റ് ചെയ്യണ്ടേ, എന്നാലല്ലേ ഈ സർഫസിലേക്ക് എക്സ്പോസ് ആയിട്ട് ഇറോഷൻ നടന്ന് ഈ ഒരു ടോപ്പോഗ്രഫിയിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു, ഇറോഡ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലേക്ക് ടോപ്പോഗ്രഫി മാറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൗണ്ടെയിനും അതേപോലെ ആ വാലി ഉണ്ടായി. അപ്പോഴാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇത്രയാണ് ജിയോളജിക്കൽ ഹിസ്റ്ററിയിൽ എഴുതേണ്ടത്. ഓക്കെ, സോ അപ്പം ഇതാണ് ജിയോളജിക്കൽ മാപ്പ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ കോണ്ടൂർ ലൈനിനെ പഠിച്ചു, പിന്നെ ആ കോണ്ടൂർ ലൈനും ജിയോളജിയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ കോണ്ടൂർ ലൈനെ പഠിച്ച ടോപ്പോഗ്രഫി മനസ്സിലായി. ഇനി ആ ടോപ്പോഗ്രഫിക്കകത്ത് ഓരോ ലെയറുകൾ നമ്മൾ ഇട്ടു, അപ്പോൾ ജിയോളജി ഇട്ടു. അപ്പോൾ ഓരോ ടോപ്പോഗ്രഫിയിലും ഓരോ ബെഡും കാണാൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി അത് ആ ജിയോളജി ഫോക്കസ് ചെയ്തു, അത് ഇൻക്ലൈൻഡ് ആക്കി, നമ്മൾ ഹൊറിസോണ്ടലാക്കി, പിന്നെ ഇൻക്ലൈൻഡ് ആക്കി. അപ്പോൾ ഇൻക്ലൈൻഡ് ആകുമ്പോൾ കാണാൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇൻക്ലൈൻഡ് ബെഡ് ആകുമ്പോൾ അതിന് സ്ട്രൈക്കും ഡിപ്പും ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, സോ ദെൻ എന്ത് സംഭവിച്ചു, നമ്മൾ സ്ട്രൈക്ക് ലൈൻ കണ്ടെത്താൻ അടുത്തതിലേക്ക് പോയി. അപ്പോൾ സ്ട്രൈക്ക് ലൈൻ കണ്ടെത്തി, പിന്നെ അതിന് വാല്യൂസ് ഇട്ടു. ആ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഈ പ്രൊഫൈൽ ഓൾറെഡി കണ്ടെത്തിയതിനകത്ത് വരച്ചു കൊടുക്കുന്നു. ദെൻ ബെഡ്സ് നമ്മൾ അതിനകത്ത് പ്ലോട്ട് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ തിക്നെസ് കണ്ടെത്തുന്നു, എന്നിട്ട് ലാസ്റ്റിൽ എന്താ ജിയോളജിക്കൽ ഹിസ്റ്ററി എഴുതുന്നു. ഓക്കെ, ഇത്രയാണ് മാപ്പിങ്ങിൽ.